ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേർ കുടുങ്ങിയെന്നുള്ളതാണ്. നർണി ആലാങ്കടവ് ക്രോസ്വേക്ക് താഴെയാണ് സംഭവം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിലൊരാളെ രക്ഷപ്പെടുത്തി എന്ന ഒരു വിവരവും കേൾക്കുന്നുണ്ട്. സച്ചിൻ വിശദാംശങ്ങളുമായി അവിടെ നിന്ന് ചേരുകയാണ്. സച്ചിൻ, ഇതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രക്ഷപ്പെടുത്താനുള്ള നടപടികൾ ആരൊക്കെയാണ് ഇപ്പോൾ അതിനുവേണ്ടി രംഗത്തുള്ളത്? പോലീസും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും ഒക്കെ അവിടെ ഉണ്ടോ? അവിടെ കാണുന്ന കാഴ്ചകൾ, അറിയുന്ന വിവരങ്ങൾ വേഗം. ഇന്ന് രാവിലെയോട് കൂടിയാണ് 4 പേരെ പിടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും വേണ്ടി ചിറ്റൂർ പുഴയുടെ ഭാഗത്ത് എത്തിയത്. ഇതിൽ പെട്ട 4 പേരാണ് പെട്ടെന്ന് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയത്. നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു നീരൊഴുക്കാണ് പുഴയിലുള്ളത്. ഈ പ്രദേശത്ത് തന്നെയുള്ള 4 പേരാണ് ഇത്തരത്തിൽ സ്ഥിരമായിട്ട് പുഴയിൽ മീൻ പിടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും എത്തുന്ന ആളുകൾ തന്നെയാണ്. പുഴയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകൾ തന്നെയാണ് കുടുങ്ങിയത്. ശക്തമായ മഴ പാലക്കാട് ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നീരൊഴുക്ക് കൂടിയപ്പോഴാണ് പുഴയിൽ അകപ്പെട്ടത്. നിലവിൽ ഇവരുടെ അടുത്തേക്ക് രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ ടീം അടക്കമുള്ള ആളുകൾ ഈ പുഴയിൽ അകപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് കൃത്യമായ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് നിലവിൽ ഇവരുടെ അടുത്തേക്ക് ഈ ഫയർഫോഴ്സിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലൊക്കെ കണ്ടതുപോലെ ഈ അപ്രതീക്ഷിതമായി കനത്ത മഴയിൽ വെള്ളം ഉയർന്നതോടുകൂടിയാണോ ഇവർ ഈ വെള്ളത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയത്? ദൃശ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സ്ക്രീനിലേക്ക് അതിവേഗം ആ ദൃശ്യങ്ങൾ എത്തിക്കാനുമാകും. അവിടെ നിന്ന് കണ്ട വിവരങ്ങൾ കൂടി ഒരിക്കൽ കൂടി സച്ചിൻ, ഇവർ ആ വലിയ വെള്ളത്തിൽ ഒറ്റപ്പെട്ടു പോയതാണോ? നിലവിൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുഴയിലും അതുപോലെ തന്നെ മറ്റ് അണക്കെട്ടുകളിലടക്കം ഇറങ്ങാൻ പാടില്ല എന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. ഇത് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവര് മീൻ പിടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും പ്രദേശത്ത് പുഴയിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ശക്തമായ മലവെള്ള പാച്ചിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ചിറ്റൂർ പുഴയുടെ അതുപോലെ തന്നെ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും നെല്ലിയാമ്പതി തുടങ്ങിയ മലയോര വനമേഖലകളിലടക്കം ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പുഴകളിൽ നീരൊഴുക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയും പെയ്ത ശക്തമായ മഴയിൽ തന്നെ വലിയ രീതിയിലുള്ള നീരൊഴുക്കാണ് ഇത്തരത്തിൽ പുഴകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനം ഏകദേശം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഒരാളെ രക്ഷപ്പെടുത്തിയല്ലേ? അതെ, രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. സ്കൂബ ടീമടക്കമുള്ള ഫയർഫോഴ്സിന്റെ വലിയൊരു സംഘം തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ആകെ 4 പേരല്ലേ? നിലവിൽ 4 പേരായിരുന്നു ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങിയത്. ഇവര് മീൻ പിടിക്കാനും കുളിക്കാനും വേണ്ടി അതൊക്കെ സംബന്ധിച്ചു സച്ചിൻ, എന്റെ ചോദ്യം അതല്ല. ആ 4 പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയാൽ പിന്നെ 3 പേരല്ലേ ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്? അതെ, ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. സ്ക്രീനിൽ 4 എന്നാണ് എഴുതി കാണിക്കുന്നത്. 4 അല്ല, 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഒരാളെ രക്ഷപ്പെടുത്തി. ഇവരാരാണ്? ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാർ പങ്കുവെച്ചോ? അറിയാമോ? ഇല്ല, നിലവില് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്തിപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെത്ര മണിക്കായിരുന്നു ഈ സംഭവം? ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇവര് ഈ സമീപ പ്രദേശങ്ങളിലെ ആളുകൾ തന്നെയാണ്. ഇവര് രാവിലെയാണ് ഈ പുഴയുടെ തീരത്തേക്ക് എത്തിയത്. മീൻ പിടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും വേണ്ടിയിട്ടായിരുന്നു ചിറ്റൂർ പുഴയുടെ തീരത്ത് ഇവർ എത്തിയിട്ടുള്ളത്. നറണി ആലങ്കടവ് ക്രോസ് വാക്കിന് താഴെയാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് അകപ്പെട്ടത്. ഇത് സാധാരണ അവിടെ അതൊരു കടവാണോ? അവിടെ ആളുകൾ ഇതുപോലെ കുളിക്കാനും മറ്റുമായിട്ടൊക്കെ ഇറങ്ങുന്ന തരത്തിലൊരു കടവാണോ? പതിവ് പോലെ ഇറങ്ങിയതാണോ അവർ? അതോ അപകടം പിടിച്ച അധികമാരും വരാത്ത ഏതെങ്കിലും ഒരു പ്രദേശമാണോ? എങ്ങനെയാണത്? ചർച്ച ഇത് സ്ഥിരമായിട്ട് മീൻ പിടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും ഒക്കെ ആളുകൾ ഇറങ്ങുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത്.
അവിടെയാണ് ഇത്തരത്തിൽ ഒരു ഈ 4 പേരും കുടുങ്ങിയിട്ടുള്ളത്. നിലവിൽ മറ്റ് ആളുകളടക്കം അവിടെ മീൻ പിടിക്കാനും കുളിക്കാനും ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. ശക്തമായ നീരൊഴുക്കാണ് ഇത്തരത്തിൽ കുടുങ്ങാനുണ്ടായ സാഹചര്യം എന്നാണ് സമീപവാസികൾ പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്കാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ശക്തമായ മഴ ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ സച്ചിൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ സ്ക്രീനിൽ കാണുന്നുമുണ്ട്. ഇത് മൂന്ന് പേരാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. ഇത് അതിന് മുമ്പുള്ളതാണ്. സച്ചിൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 4 പേരാണ് ഈ പറഞ്ഞതുപോലെ ചിറ്റൂർ പുഴയിൽ നർണി ആലാംകടവ് ക്രോസ് വേക്ക് സമീപം ഇതുപോലെ കനത്ത വെള്ളത്തിൽ ചിറ്റൂർ പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഇങ്ങനെ കുടുങ്ങിപ്പോയത്. 4 പേരാണ് അവർ. അതിലൊരാളെ രക്ഷപ്പെടുത്തി. അതെങ്ങനെയാണ്, അതേക്കുറിച്ച് എന്താണ് സച്ചിൻ അറിയാവുന്നത്? 4 പേരും ഒന്നിച്ചാണ് ഈ ദൃശ്യങ്ങളിലടക്കം കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ നിന്ന് ഒരാളെ അവിടേക്കെത്തിയ രക്ഷാസംഘം രക്ഷിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റു 3 പേരെയും അതേ തരത്തിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ? അതുപോലെ ഇപ്പോഴെങ്ങനെയുണ്ട് ചിറ്റൂർ പുഴയിൽ? ഇത് രാവിലെയോ അല്ലെങ്കിൽ മുമ്പ് കണ്ടതുപോലെ തന്നെ വലിയ തോതിലുള്ള ശക്തമായ നീരൊഴുക്കാണോ? അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ കൂടി. 2 പേരെ രക്ഷപ്പെടുത്തി അല്ലേ സച്ചിൻ? അറിയുന്നത് അങ്ങനെയാണ്. നിലവിൽ ശക്തമായ നീരൊഴുക്ക് തന്നെയാണ് പുഴയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത് അതാണ് വളരെ പ്രധാനപ്പെട്ട പുതിയ വിവരം സച്ചിനോടടക്കം. അതായത് 2 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ആകെ 4 പേരാണ് രാവിലെ സച്ചിൻ സൂചിപ്പിച്ചതുപോലെ പുഴയിൽ കുടുങ്ങിപ്പോയത്. അതിൽ 2 പേരെ രക്ഷിച്ചു. സംസ്ഥാന ഫയർഫോഴ്സ് അഗ്നിശമന സേനാ വിഭാഗമാണ് 2 പേരെ രക്ഷിച്ചത്. മറ്റ് 2 പേരെ കൂടി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നു. ഇതിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 4 പേരാണ് രാവിലെ ഇതുപോലെ ചിറ്റൂർ പുഴയിൽ കുടുങ്ങിപ്പോയത്. കാരണം അതിൽ വെള്ളം വലിയ തോതിൽ ഉയർന്നതിനെ തുടർന്ന് കരയിലേക്ക് എത്താൻ കഴിയാത്ത വിധം കരയിൽ നിന്ന് അകന്നുപോയത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കരയിൽ ഇത് കണ്ട് നിൽക്കുന്ന ആളുകളെ കാണാം. അവർ സാമാന്യം നല്ല ദൂരത്തിലാണ്. ചുറ്റുപാടും വലിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട്, ശക്തമായ ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു പാറക്കെട്ടിൽ അവർ പാറക്കെട്ടിലോ മറ്റോ നിൽക്കുകയാണ്. ചുറ്റുപാടും വലിയ തോതിൽ വെള്ളം ഒഴുകുന്നു. ശക്തമായി വെള്ളം ഒഴുകുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് സ്വാഭാവികമായും ആരുടെയും സഹായമില്ലാതെ, പരസഹായമില്ലാതെ, രക്ഷാ പ്രവർത്തകരുടെ സഹായമില്ലാതെ വരാൻ കഴിയാത്ത സാഹചര്യമാവുകയായിരുന്നു. അങ്ങനെയാണ് ആ വാർത്ത പുറത്തു വന്നത്. അങ്ങനെയാണ് ചിറ്റൂർ പുഴയിൽ രാവിലെ 4 പേർ കുടുങ്ങിപ്പോയത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയ വിവരം അല്പം മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ 2 പേരെ രക്ഷിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ കരക്കെത്തിച്ചു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ഇനി അവശേഷിക്കുന്നത് 2 പേരാണ്. ഓർക്കുക, ഇത് അതിനു മുൻപുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ വിവരങ്ങളാണ് അവിടെ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ നിലയിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ പൊതുവിലുണ്ട്. 2 പേരെ കൂടി രക്ഷിക്കേണ്ടതുണ്ട്. 2 പേരെ രക്ഷിച്ചു കഴിഞ്ഞു എന്ന വിവരം നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് പൊതുവിൽ മഴക്കെടുതിയിൽ 4 മരണം 2 ജില്ലകളിലായി സംഭവിച്ച ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് അല്പം മുമ്പ് പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 4 പേർ ഇങ്ങനെ കുടുങ്ങിപ്പോയ കനത്ത വെള്ളത്തെ തുടർന്ന് വെള്ളക്കെട്ട് അല്ലെങ്കിൽ നീരൊഴുക്ക് ശക്തമായ ഒരു സാഹചര്യം ചിറ്റൂർ പുഴയിലുണ്ടായി. നേരത്തെ സച്ചിൻ സൂചിപ്പിച്ചത് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഈ നദികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ജില്ലയിൽ തന്നെ അത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇത് പൊതുവെ സാധാരണ ആളുകൾ മീൻ പിടിക്കുന്നതിനും അതുപോലെ കുളിക്കുന്നതിനും മറ്റുമൊക്കെയായി പ്രദേശവാസികൾ എത്തുന്ന ഒരു കടവാണ്. അതാണ് നർണി ആലാംകടവ് ക്രോസ് വേ. അവിടെയാണ് ഈ സംഭവം. ചിറ്റൂർ പുഴയിലെ സംഭവമാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി സച്ചിൻ നൽകിക്കൊണ്ടിരിക്കുന്നു.